ഹലോ, അപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ വലിയൊരു ഓർഡറാണ് കിട്ടേണ്ടിയിരുന്നത്. അങ്ങനെ ആ ഓർഡർ കൈവിട്ടു പോകും എന്നൊരു സാഹചര്യം എത്തിയപ്പോഴായിരുന്നു നയന ആദർശിനെ സഹായിച്ചത്. എന്നാൽ ആ സഹായം നയന ആരോടും പറഞ്ഞില്ല. താനാണ് ആ ഒരു ചിത്രം വരച്ചതെന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് ആദർശിനെ സഹായിച്ചതും ഈ ഒരു അമേരിക്കൻ ഓർഡർ കിട്ടാൻ കാരണം അഭിയാണ് എന്നൊരു നീക്കത്തിലാണ് ജലജ ഇപ്പോൾ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് അബിയുടെ കഴിവാണെന്നും അബി വരച്ചത് കൊണ്ടാണ് അത് തനിക്ക് ആ ഒരു നേട്ടം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ജലജ ശ്രമിക്കുകയാണ്. എന്തായിരിക്കും ഇനി ഈ ഒരാഴ്ച നമ്മുടെ അനന്തപുരി തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വലിയൊരു പ്രശ്നത്തിൽ നിന്നാണ് നയന ആദർശിനെ രക്ഷിച്ചത്. പക്ഷെ അവിടെ വീണ്ടും നയനെ താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് അവിടെ ജലജയ്ക്ക് അറിയാം ഇത് തൻ്റെ മകനല്ല വരച്ചതെന്ന്. പക്ഷെ അവിടെ തൻ്റെ മകൻ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കള്ളം പറഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അബി വരച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജലജ വന്ന് സംസാരിക്കുന്നത്. അവിടെ കനകയായാലും നവ്യായാലും തൻ്റെ ചേച്ചി വരച്ചതാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അബി ചെയ്തതല്ല എന്ന് അവിടെ സംസാരിച്ച് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു തന്ത്രങ്ങളെല്ലാം പൊളിച്ചടിക്കൊണ്ട് ജലജ അവിടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അവസാനം എല്ലാവരും വിശ്വസിക്കുകയാണ് അബിയാണ് ഈ ഒരു ചിത്രം വരച്ചത്, അബിയുടെ കഴിവാണ് അബി. അങ്ങനെ അബിക്കും ഇതിൽ നിന്ന് ഒരു നല്ലൊരു ഓഹരി കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശനായാലും ആദർശം എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, തയ്യാറാവുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടി തന്നെ വലിയൊരു പാർട്ടി നടക്കാൻ വേണ്ടിയിട്ടും ആദർശ് ശ്രമിക്കുകയാണ്. തനിക്ക് വലിയൊരു ഓർഡറാണ് കിട്ടിയത്. ഈ ഒരു അമേരിക്കൻ ഓർഡർ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു തനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വലിയൊരു പാർട്ടി എല്ലാവർക്കും ചെയ്യണമെന്നൊരു ആഗ്രഹം ആദർശിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ആ ഒരു പാർട്ടിക്കുള്ള ഒരു ആഘോഷ തിമിർപ്പിലാണ് എല്ലാവരും. ഇതിന്റെ കൂടെ തന്നെ അബിയെ ഒരുപാട് പ്രശംസിക്കാനും ആദർശ് തയ്യാറാവുന്നുണ്ട്. അബിയോട് പറയുവാണ്, ഇത് നിന്റെ ഏറ്റവും വലിയ ഒരു വിജയമാണ്, നീ ഇത്രത്തോളം കഴിവ് തെളിയിക്കും അല്ലെങ്കിൽ ഇത്രത്തോളം നീ ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇത് നീ അത്രത്തോളം നീ കഷ്ടപ്പെട്ടാണ് ഇത് വരച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിന്റെ കഷ്ടപ്പാടിനുള്ള വിജയമാണ് ഇത് എന്ന് അബിയോട് ആദർശ് പറയുകയും അങ്ങനെ താനാണ് ഇത് വരച്ചത് എന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് അബിയോട് ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഈ സത്യങ്ങളെ അറിയാവുന്നുള്ള കനകയും നവ്യയും ഈ ഒരു സത്യം മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നയനെ തടയുവാണ്. ഒന്നും പറയേണ്ട ആവശ്യമില്ല, എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി തെറ്റിത്തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് നയന അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സത്യം നവ്യയ്ക്ക് അറിയാം എന്ന് ജലജയ്ക്ക് മനസ്സിലായി. അപ്പോൾ അബിയല്ല ഈ ചിത്രം വരച്ചത് എന്ന് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടും അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നവ്യ ശ്രമിക്കുവാണ്. പക്ഷെ നവ്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നവ്യെ ഉപദ്രവിച്ചുകൊണ്ട് ജലജ പറയുകയാണ്, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നൊന്നും ഞാൻ നോക്കത്തില്ല, എന്റെ മകനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് നിന്റെ ഭർത്താവിനെയാണ് നീ ഇങ്ങനെ തെറ്റിലൂടെ അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ എങ്ങാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിനെ പോലും ഞാൻ നശിപ്പിച്ചു കളയും എന്ന് അവിടെ ഭീഷണിപ്പെടുത്തുവാണ്. അങ്ങനെ വലിയൊരു പോരാട്ടവും സംഘർഷവും എല്ലാം അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ തന്നെ ഈ ഒരു സത്യം മറ്റുള്ളവരെ അറിയിക്കണം, അബി ഈ ഒരു ചിത്രം വരച്ചിട്ടില്ല, തന്റെ മകളാണ് കഷ്ടപ്പെട്ടിത് ചെയ്തത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ കനകയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? മൂർത്തി മുത്തശ്ശന് ഈ ഒരു സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? ഇനി നയനെ ചേർത്ത് പിടിക്കാനായിട്ട് ആദർശിന് സാധിക്കുമോ? നയനെ ആണ് ഈ ഒരു ചിത്രം വരച്ചത് എന്ന് ആദർശ് മനസ്സിലാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.